മറ്റൊരു വാർത്തയിലേക്കാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ദീപികയിലെ ലേഖനത്തെ പരിഹസിച്ച് ഷോൺ ജോർജ് ചീഫ് എഡിറ്റർ നേരിട്ട് തന്നെ ഇറങ്ങിയെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വനിതാ സംവരണ ബില്ലിൽ BJPക്കെതിരായ ലേഖനത്തിന്റെ ചിത്രം സഹിതം പങ്കുവച്ചാണ് പരിഹാസം. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, നമുക്കറിയാം നേരത്തെ ഷോൺ ജോർജ് ദീപിക പത്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ്. കോൺഗ്രസിന് വേണ്ടി ലേഖനങ്ങൾ എഴുതുന്നു എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം പരിഹാസം ഉന്നയിച്ചിരുന്നു, വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാലിന്റെ ലേഖനത്തെ വിമർശിക്കുകയാണ്. അനുജ, തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രശ്നം അവസാനിച്ചു എന്ന് കരുതിയതാണ്. പക്ഷേ അവിടം കൊണ്ട് തീരുന്നില്ല. ദീപികയ്ക്കെതിരായിട്ടുള്ള വിമർശനം അത് തുടരുക തന്നെ ചെയ്യുകയാണ് ഷോൺ ജോർജ്. എന്തായാലും ഇന്ന് ഒരു പരിഹാസവുമായിട്ടാണ് ഷോൺ ജോർജ് വന്നിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ ഒരു ലേഖനം ഇന്നത്തെ ദീപിക പത്രത്തിലുണ്ടായിരുന്നു. അത് ആ ലേഖനത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിമർശനം ഉന്നയിച്ചപ്പോൾ തന്നെ ഷോൺ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്തെന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പരസ്യങ്ങൾ അത് ദീപികയിൽ വരുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് വീക്ഷണ പത്രം ചെയ്യുന്നത് പോലെയുള്ള ജോലിയാണ് ഇപ്പോൾ ദീപിക ചെയ്യുന്നത് എന്നുള്ളൊരു വിമർശനമാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ എഴുതിയ ആ ലേഖനം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദീപികയുടെ എഡിറ്റർ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള പരിഹാസത്തോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷോൺ ജോർജ് പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ ഈ ദീപികയെ വിമർശിച്ചുകൊണ്ട് സഭയ്ക്കെതിരെയുള്ള ഒരു പരാമർശമായിരുന്നു ഷോൺ ജോർജും PC ജോർജും ഒക്കെ നടത്തിയിരുന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും സഭാ നേതൃത്വം രംഗത്ത് വരികയും വലിയ വാക്കുതർക്കങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു വെടിനിർത്തൽ എന്ന പോലെ സഭാ ആസ്ഥാനത്തെത്തി, അതായത് സിറോ മലബാർ സഭാ ആസ്ഥാനത്തെത്തി റാഫേൽ തട്ടിനെ നേരിട്ട് കണ്ടതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള പരാമർശങ്ങളും നടത്താതെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ദീപികയ്ക്കെതിരെയുള്ള ആ പരാമർശം വീണ്ടും നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു പരിഹാസത്തിലൂടെയാണ്. നേരത്തെ തന്നെ ഷോൺ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്ന ലേഖനങ്ങൾ അത് BJPയെ വിമർശിക്കുന്നതായിരുന്നു, അത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതാണെന്നുള്ള പരാമർശമാണ് ഷോൺ ജോർജ് നടത്തിയത്. മറ്റൊരു ലേഖനം കൂടി എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വനിതാ സമരവുമായി ബന്ധപ്പെട്ട് മോദിയുടേത് മുതലക്കണ്ണീർ എന്നുള്ള KC വേണുഗോപാലിന്റെ ലേഖനം ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് ഇന്ന് ചീഫ് എഡിറ്റർ തന്നെ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപേണ ഒരു കുറിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.